തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി.ജെ.പിയുടെ പ്രകടന പത്രിക ചർച്ചയാക്കാൻ ഒരുങ്ങി മുന്നണികൾ. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നത്. ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ ആകുമെന്നാണ് ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം സജീവ ചർച്ചയായതിന് പിന്നാലെയാണ് ഏക സിവിൽ കോഡ് ചർച്ചകൾക്കും ചൂടുപിടിക്കുന്നത്. മൂന്നാം തവണയും അധികാരത്തിലെത്തിയാൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് വിഷയം സജീവ ചർച്ചയാക്കുന്നതിലേക്ക് വഴിവെച്ചത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതുപോലെ ഏക സിവിൽ കോഡും നടപ്പാക്കുമെന്നായിരുന്നു പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ഏക സിവിൽ കോഡിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കേരളത്തിൽ ഈ പ്രഖ്യാപനം രാഷ്ട്രീയ ആയുധമാക്കുന്നതിലൂടെ ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനാകുമെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പര്യടനങ്ങളിലുമടക്കം പ്രചാരണ രംഗത്തെ വിഷയം വോട്ടർമാരോട് നേരിട്ട് അവതരിപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ നീക്കം. ജനങ്ങൾ വളരെ ക്ഷുഭിതരാണ് ഇക്കാര്യത്തിൽ. അവരുടെ നയങ്ങൾക്കെതിരാണ്. അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൂടുതൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത രാഷ്ട്രീയക്കാർക്കുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിർവഹിക്കും തീർച്ചയായിട്ടും. ഏക സിവിൽ കോഡ് വിഷയം ചർച്ചയാക്കുന്നതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് ഇരു മുന്നണികളും ലക്ഷ്യമിടുന്നത്. വിഷയം സജീവ ചർച്ചയാക്കുന്നതിലൂടെ ബി.ജെ.പി ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്ന പ്രതീക്ഷയും ബി.ജെ.പി ഇതര മുന്നണികൾക്കുണ്ട്. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.